ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ്, അതായത് മുള്ളൻ. ഞങ്ങളുടെയൊക്കെ മുള്ളൻ എന്ന് പറയും, നിങ്ങളുടെ അവിടെയൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മുള്ളൻ നമുക്ക് കറി വെക്കാം. ഏത് മീനും ചെയ്യാട്ടത്. മുള്ളൻ കിട്ടിയപ്പോൾ മുള്ളൻ ചെയ്യാമെന്ന് വിചാരിച്ച് മുള്ളൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ മുള്ളൻ ഉണ്ട് ഇട്ടത്. നടുകെ വരഞ്ഞിട്ടുണ്ട്. അത് ഉപ്പും മുളകും പിടിക്കാൻ വരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വരയാറുണ്ട് ഇങ്ങനെ മുള്ളൻ കറി വെക്കുമ്പോൾ. ഇതിനായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻറ്റ്: ഒരു ഇടത്തരം സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 ചുവന്നുള്ളി, ഒരു പകുതി തക്കാളി. ഇത് വീട്ടിലുണ്ടായ തക്കാളി നല്ല പുളിയാണ്, അതുകൊണ്ട് ഞാൻ പകുതി എടുത്തേക്കണം. അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ. ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് വരണം, 2 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു പീസ് കൊടപ്പുളി ഞാനൊന്ന് മുറിച്ചിട്ടേക്കണേന്, വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് സവാള വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സവാള ഓവറായിട്ട് വാടേണ്ട ആവശ്യമില്ലായിട്ട് ഇതേപോലെ വാടിയാൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടട്ടെ കേട്ടോ. ഈ സവാളയ്ക്ക് കിടന്ന് തക്കാളി എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഞാൻ കുടപ്പുളി നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായില്ലേ, കുടപ്പുളിയും ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ട് വെക്കണം, ഓവറായിട്ട് വെള്ളം വേണ്ട. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. തിള വരട്ടെ. ചാറ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോഴൊന്ന് കയ്യിൽ വെച്ചൊന്ന് നിരത്തി കൊടുക്കാം. മീൻ ഇളക്കരുത് കേട്ടോ, മീൻ ഉടഞ്ഞും പോകും. നമ്മൾ ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കറി വേവിച്ചെടുക്കാം. മീൻകറി ഒന്ന് തുറന്ന് നോക്കട്ടെ. നമുക്ക് തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻകറി ഒരിക്കലും വെക്കുമ്പോൾ നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. മുള്ളനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുതയിലിട്ടാൽ മതി. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറി നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ചുറ്റിച്ചിട്ട് അല്പം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി കറി ഓഫ് ചെയ്ത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും മീനൊക്കെ ഇട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.